വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഓരോ വിശ്വാസിയും വിളിച്ചാക്കപ്പെട്ടിരിക്കുന്നത് ഒരു പോർക്കളത്തിലേക്കാണ്. ഈ പോർക്കളത്തിൽ നമ്മുടെ പ്രതിയോഗി പിശാചാണ്. വിശ്വാസിയുടെ പോരാട്ടത്തെക്കുറിച്ച് എഫേസ്യർ 6:12 പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ എന്നാണ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും അനുഗ്രഹീതരായിരിക്കുന്ന വിശ്വാസിയെ തങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ സാത്താൻ ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കും. സാത്താൻ അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു എന്ന 1 പത്രോസ് 5:8 പറയുന്നത്. അതുകൊണ്ട് അവൻ്റെ തന്ത്രത്തിൽ വീഴാതിരിക്കുവാൻ വിശ്വാസി ശ്രദ്ധാലുവായിരിക്കണം. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെയാ കർത്താവ് നമ്മെ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസി പാപിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കണം. മത്തായി 10:16. പിശാച് ഏതു വിധത്തിലുള്ള തന്ത്രമാണ് നമ്മിൽ പ്രയോഗിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അവൻ്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് അവനെ ജയിപ്പാനുള്ള ഏകമാർഗം. ശത്രുവിൻ്റെ ആദ്യ ശ്രമം വിശ്വാസിയെ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റിക്കളയുക എന്നതാണ്. അതിന് യേശുവിനോടുള്ള നമ്മളുടെ സ്നേഹം ഇല്ലാതാക്കുവാൻ അവൻ ശ്രമിക്കും. ക്രിസ്തുവിനോടുള്ള സ്നേഹം തണുത്തു പോകുന്നതിനുള്ള അവൻ്റെ ശ്രമം ഫലവത്തായി തീർന്നാൽ നമ്മിൽ അവിശ്വാസവും നിരാശയും ഉണ്ടാകും. മലാക്കി പ്രവാചകനിൽ കൂടി കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എന്നാൽ നാം തിരിച്ചു ചോദിക്കുന്നത്, നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു? മലാക്കി 1:2. നമ്മോടുള്ള യേശുവിൻ സ്നേഹത്തിൽ സംശയം ഉളവാക്കുക എന്നതാ പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം. സഭകൾക്ക് ദൂത് നൽകുമ്പോൾ എഫെസസ് സഭയുടെ പ്രവൃത്തിയെയും പ്രയത്നത്തെയും സഹിഷ്ണുതയെയും സഭയുടെ നാഥൻ ശ്ലാഘിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടായിരുന്ന സഭയ്ക്ക് ഒരു കുറവുള്ളതായി സഭാനാഥൻ കാണുന്നു. വെളിപ്പാട് 2:4 പറയുന്നത്, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞിരിക്കുന്നു. അതായത് അവരുടെ പ്രവർത്തനങ്ങളുടെയും പ്രയത്നങ്ങളുടെയും മധ്യത്തിൽ സഭയുടെ നാഥനെ മറന്നു കളഞ്ഞു. സഭയുടെ നാഥനെ മറന്നുകൊണ്ടുള്ള ശുശ്രൂഷ ചെയ്താൽ സംഭവിക്കുന്നത്, അവൻ സഭയുടെ വാതിലിന് വെളിയിലാകും. സഭയ്ക്ക് വെളിയിലായ നാഥൻ അകത്ത് പ്രവേശിപ്പാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നുവെന്ന വെളിപ്പാട് 3:20 പറയുന്നത്. പലപ്പോഴും നിസ്സാരങ്ങൾ എന്ന് തോന്നുന്ന അലസത അഥവാ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹക്കുറവ് ക്രമേണ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറന്തള്ളുന്നതിന് കാരണമായി തീരും. അത് മറന്നു പോകരുത്. എന്നാൽ ഈ വിധത്തിൽ സംഭവിക്കുന്നതിന് പ്രധാന മുഖാന്തരമായി സാത്താൻ ഉപയോഗിക്കുന്നത് ക്രിസ്തീയ സേവനത്തിനുള്ള നമ്മളുടെ ബദ്ധപ്പാടുകളെയാണ്. സേവനത്തിൽ നമ്മെ ശ്രദ്ധാലുവാക്കി പ്രാർത്ഥിപ്പാനോ വചനം ധ്യാനിപ്പാനോ വചനം പഠിപ്പാനോ ഉള്ള നമ്മളുടെ അവസരങ്ങളെ സാത്താൻ ഇല്ലാതാക്കുന്നു. ഇതവൻ്റെ വലിയ തന്ത്രമാണ്. ഈ കെണിയിൽ വീഴാതിരിപ്പാൻ നാം സൂക്ഷിക്കണം. യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്ന നിമിഷം നാം യേശുവിനെ സ്നേഹിച്ചതുപോലെ ഇന്ന് സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? വിശ്വാസ ജീവിതത്തിൽ ആദ്യം അനുഭവിച്ചതുപോലെയുള്ള സന്തോഷം ഇന്ന് അനുഭവിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആദ്യ നാളുകളിൽ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉണ്ടായിരുന്ന തീഷ്ണത ഇന്നുണ്ടോ? ഇല്ലെങ്കിൽ നാം പിശാചിൻ്റെ കെണിയിൽ വീണു കഴിഞ്ഞു. സാത്താൻ ശത്രുവായി വന്നാൽ അവനോട് എതിർത്ത് നിൽപ്പാൻ നമുക്ക് കഴിയും. എന്നാൽ അവൻ വരുന്നത് ശത്രുവായിട്ടല്ല, വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ച. അവനെ മനസ്സിലാക്കാതിരിപ്പാനായി നമ്മുടെ കണ്ണുകളെ അവൻ കുരുടാക്കും. അവനോടുള്ള പോരാട്ടത്തിൽ നാം തോറ്റുപോവുകയും ചെയ്യും. എന്നാൽ നമ്മോട് പോരാടുന്ന ഒരു ശത്രുവുണ്ടെന്നും അവൻ ജീവിതത്തിൽ തോൽവി വരുത്തിക്കൊണ്ടിരിക്കുന്നുവെന്നുമുള്ള ബോധം നമ്മിലുണ്ടാകുമെങ്കിൽ പ്രത്യാശയ്ക്ക് വഴിയുണ്ട്. ഈ ഒരു ബോധമാണ് മുടിയൻ പുത്തനിൽ വന്നത്. അവന് സുബോധം വന്നു എന്ന് വായിക്കുന്നത്. മറ്റുള്ളവരോടുള്ള നമ്മുടെ പകയും അസൂയയും ജഡികമായി നമ്മിലുള്ള അഹങ്കാരവും
താഴ്മയില്ലായ്മയും എല്ലാം നമ്മിൽ ഒളിച്ചിരിക്കുന്ന ശത്രുവിൻ്റെ തന്ത്രങ്ങളാണ്. അവയെ നാം മനസ്സിലാക്കി ശത്രുവിനോട് പോരാടണം. നമ്മുടെ പോരാട്ടത്തിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. ശത്രുവിനോട് പോരാടുവാനുള്ള സർവായുധവർഗം നമുക്ക് തന്നിരിക്കെ ജഡികങ്ങളായ ആയുധം ഉപയോഗിക്കുമ്പോഴാണ് തോൽവി അടയുന്നത്. അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് സർവായുധവർഗം ധരിക്കണം. എഫെസ്യർ 6:13-17 വരെ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് യേശുവെ നോക്കി യാത്ര ചെയ്യണം. യാക്കോബ് പറയുന്നു, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ പിശാച് നിങ്ങളെ വിട്ടോടിപ്പോകും. യാക്കോബ് 4:7. കർത്താവേ, ശത്രുവിനോടുള്ള പോരാട്ടത്തിൽ വിജയം പ്രാപിപ്പാനുള്ള കൃപ എന്നിലും ചൊരിയണമേ. ആമേൻ.